ഹലോ, നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് 2 ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. വിഷുവിൻ്റെ തലേ ദിവസത്തെയും പിറ്റേ ദിവസത്തെയും വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഒരു വീഡിയോ ഒക്കെ എടുത്തിരിക്കുകയാണ് രണ്ടും കൂടി. അപ്പോൾ തലേ ദിവസം എന്താ വൈകുന്നേരം ഞങ്ങൾ വീടൊക്കെ വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞിട്ട് കണി ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പോൾ കുട്ടികളും ഞാനും കൂടി തന്നെയാണ് കേട്ടോ കണി ഒരുക്കണത്. ഉണ്ണിക്കുട്ടനാണ് വീഡിയോ എടുക്കണത്. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ ഉണ്ണിക്കുട്ടൻ്റെ മുണ്ട് ഉടുപ്പിക്കാൻ കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ഉണ്ണിക്കുട്ടൻ്റെ ചെറുപ്പത്തിൽ ചോറൂണിന് ഉണ്ടായിരുന്ന മുണ്ടാണ്. അപ്പം ഇത് തന്നെയാണ് കേട്ടോ നമ്മളെല്ലാ കൊല്ലം ഉടുപ്പിക്കാറുള്ളത്. അപ്പോൾ പൈസ കടന്ന് കാണുമ്പോൾ കുട്ടികളും ഞങ്ങളും ഇടാന്ന് പറഞ്ഞിട്ട് അവരൊക്കെ കൈ നീട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതിൻ്റെ ഇടയിൽ കൂടെ. അപ്പോൾ കണി വെക്കാനുള്ള സാധനങ്ങൾ ഞാൻ ആദ്യം തന്നെ റൂമിൻ്റെ ഉള്ളിൽ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. പൂജാ റൂമിൻ്റെ ഉള്ളിലാണ് കണി വെക്കണത്. അങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് അടുപ്പ് വെക്കല്ലേ വേണ്ടുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ മുൻകൂട്ടി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതേപോലെ കണിക്കൊന്നപ്പൂവ് എനിക്ക് എല്ലാ കൊല്ലം ഒരുപാട് കിട്ടുന്നതാണ് കേട്ടോ. ഇപ്രാവശ്യം ഏറ്റവും കുറച്ചാണ് കിട്ടിയത്. ഇതന്നെ എനിക്ക് അമ്മ ഇവിടുന്ന് കൊടുന്നു തന്നതാണ് കേട്ടോ. അതുകൊണ്ട് അത്രയിലും കിട്ടിയത്. അങ്ങനെ ഒരുവിധം സാധനങ്ങളൊക്കെ ഞങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ. വലിയ രീതിക്കൊന്നും അല്ലെങ്കിലും എനിക്കറിയണ പോലെ ചെറിയ രീതിക്കാണ് കേട്ടോ കണി ഒരുക്കിയിരിക്കുന്നത്. അങ്ങനെ ഏട്ടനും അനിയനും കൂടിയാണ് വിളക്കിൽ തിരിയൊക്കെ ഇടുന്നത്. പിന്നെ ഞങ്ങൾ ഫൈനായിട്ടൊരു വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ. അപ്പം ഇങ്ങനെയാണ് ഞങ്ങൾ കണി ഒരുക്കിയിരിക്കുന്നത്. പിന്നെ വിഷു പ്രമാണിച്ച് ഞങ്ങൾ കുറച്ച് അടയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ പോയത് പടക്കം പൊട്ടിക്കാനാണ് കേട്ടോ. മാലപ്പടക്കവും ഓലപ്പടക്കം പോലത്തെ പൊട്ടണമൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. സാധാരണ മേശപ്പൂവ്, നെൽച്ചക്കരം, കമ്പിത്തിരിയൊക്കെ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. കമ്പിത്തിരി ഫുള്ള് കുട്ടികൾ തന്നെയാണ് കേട്ടോ പൊട്ടിച്ച് തീർത്തത്. അങ്ങനെ പടക്കം പൊടിയിലൊക്കെ ആയിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ച് കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് പിറ്റേ ദിവസം രാവിലത്തെ വീഡിയോ ആണ്. രാവിലെ ഞങ്ങൾ കണി കണ്ടതിന് ശേഷം എന്താ കുളിച്ചൊരുങ്ങി പോണത് ഉണ്ണിക്കുട്ടൻ്റെ അരങ്ങേറ്റത്തിനാണ് കേട്ടോ. ഉണ്ണിക്കുട്ടൻ്റെ ചെണ്ടയുടെ അരങ്ങേറ്റമുണ്ട്, പഞ്ചാരി മേളത്തിൻ്റെ. അവൻ 2 കൊല്ലത്തോളമായിട്ടോ കൊട്ടു പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പം മണിക്കുട്ടന് ഞാൻ മുണ്ടായിട്ട് കൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പം ഞാൻ അമ്പലത്തിൽ പോയിട്ടാണ് അവനുള്ള മുണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് ട്രൗസർ ഇട്ടിട്ടാണ് കേട്ടോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മുണ്ടെടുത്ത് ഞാൻ സ്കൂട്ടറിലിരിക്കാൻ ബുദ്ധിമുട്ടാവുന്നത് കാരണം അങ്ങനെ അവിടെ പോയിട്ട് ഞാൻ മുണ്ട കൊടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉണ്ണിക്കുട്ടനുള്ള മുണ്ടൊക്കെ അവർ തന്നെയാണ് കേട്ടോ ഉടുപ്പിക്കണത്. അപ്പോൾ ഒരുവിധം എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവരിങ്ങനെ ആദ്യം തന്നെ കുട്ടികളെ മുണ്ട കൊടുപ്പിക്കുകയാണ്. ഉണ്ണിക്കുട്ടൻ ചെറുതായതുകൊണ്ട് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടോ മുണ്ടൊന്ന് കൊടുത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. കുറേ പ്രാവശ്യം ഒരു അഴിക്കും മുടുക്കും ചെയ്തിട്ടാണ് റെഡിയായി കിട്ടിയത് ആ മുണ്ട്. ഉണ്ണിക്കുട്ടൻ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ കൊട്ടു പഠിക്കുന്നത്. അവരെ ബാച്ചിൽ 10 കുട്ടികളാണുള്ളത്. അങ്ങനെ മുണ്ടുടുപ്പിയിലൊക്കെ ഉണ്ട്. ഞങ്ങൾ പിന്നെ അമ്പലത്തിൽ തൊഴുകാൻ പോവാണ് കേട്ടോ. അപ്പോൾ കുട്ടികളെ മുണ്ടുടുപ്പിച്ച് തൊഴുകാൻ കൊണ്ടായിരുന്നു മാഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും അവർക്കുള്ള ചെണ്ടയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഓരോ കുട്ടികളെയും വലിപ്പത്തിനനുസരിച്ച്. അങ്ങനെ ഞങ്ങൾ തൊഴുകലൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ എല്ലാവർക്കും ദക്ഷിണ കൊടുക്കുകയാണ്.
ഇതാണ് കേട്ടോ ഉണ്ണിക്കുട്ടനെ കൊട്ട് പഠിപ്പിക്കുന്ന മാഷ്. അങ്ങനെ ഓരോരുത്തരായിട്ട് ദക്ഷിണ കൊടുക്കുകയാണ് മാഷക്ക്. അപ്പം ഈ മുണ്ട അഴിഞ്ഞു പോയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ബെൽറ്റ് കെട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ മുകളിൽ വേസ്റ്റ് വരുമ്പോൾ മുണ്ട അങ്ങനെ അല്ല ബെൽറ്റ് അങ്ങനെ കാണില്ല. പിന്നെ അച്ഛനും അമ്മയ്ക്ക് കഴിഞ്ഞ ഇടയിൽ ഞങ്ങൾ ദക്ഷിണ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. മണിക്കൂട്ടൻ അങ്ങനെ നമ്മുടെ അടുത്ത് ആക്കിയിട്ടാണ് ഞാൻ ഇതൊക്കെ നിൽക്കണത് കേട്ടോ ഇവിടെ. അതിനുശേഷം അവരെ വേസ്റ്റ് പിടിപ്പിക്കുകയാണ്. ഒരു 8:15 കുട്ടികളെ കൊട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ.
ഇങ്ങനെ കൊട്ടൊക്കെ കഴിഞ്ഞിട്ടു എല്ലാ കുട്ടികളും നന്നായിട്ട് തന്നെ കൊട്ടിയിട്ടുണ്ടായിരുന്നു. കൊട്ടിന് ശേഷം ഞങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ ഓരോ ട്രോഫി പോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് തന്നെ അവരെ ഫോട്ടോ ഉള്ള ട്രോഫിയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അമ്പലത്തിൽ ഈശ്വരമംഗലത്ത് വെച്ചിട്ടായിരുന്നു ഇവർ അരങ്ങേറ്റുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ പ്രധാനം വഴിപാട് അപ്പമാണ് കേട്ടോ. അങ്ങനെ കുറേശ്ശെ അപ്പവും കൊടുത്തിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക്. അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് ഭക്ഷണം കൊടുക്കാനായിട്ട്. അവിടെ ഇഡ്ഡലിയും സാമ്പാറും ചട്നിയൊക്കെ ഉണ്ടായിരുന്നു അമ്പലത്തിൽ. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.